أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വമേഖലയിലും ശാരീരിക, മാനസിക, സാമ്പത്തിക മേഖലയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എനിക്കും നമുക്കും എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ വിഷയത്തിലും ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസികമായി സമ്മർദ്ദത്തിലാണ്, ദുഃഖത്തിലാണ്. ഉറക്കം നഷ്ടപ്പെട്ടു, ഭക്ഷണത്തിന് പോലും ആവശ്യമില്ല, കിട്ടിയ ഭക്ഷണം രുചിയില്ല. മാനസികമായ പ്രയാസങ്ങൾ നേരിടുമ്പം മനുഷ്യന്റെ അവസ്ഥയാണ്. അത് ഭാര്യ മക്കളുടെ വിഷയത്തിലാകാം, ജോലി, കടം പോലുള്ളതിലാകാം, രോഗം, വിദ്യാഭ്യാസം മുതലായ വിഷയത്തിലാകാം. ദുഃഖഭാരത്താൽ പേറിയുള്ള ഒരു ജീവിതമാണ് ഇന്ന് അധികം ജനങ്ങളും. സുഖമെന്ന് പറയാൻ ഓരോരുത്തരോടും അന്വേഷിക്കുമ്പോൾ അറിയാം അവരുടെ ഉള്ളിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും. അനേകം മനുഷ്യർ മയക്കുമരുന്നുകളിലേക്ക് എത്താൻ തന്നെ ചിലപ്പോൾ ഈ മാനസിക സംഘർഷങ്ങൾ കാരണമായി തീരുന്നുണ്ട്. മാനസിക സമനില തെറ്റിക്കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ നമ്മൾ ചോദിച്ചറിയേണ്ടതില്ല. എന്നാൽ ഇസ്ലാം
ഇങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് വല്ല ചികിത്സയുമുണ്ടോ എന്നുള്ളതാണ് നമുക്കിന്ന് അറിയാനുള്ളത്. ഈമാനിന്റെ ഏറ്റക്കുറവുകൾ മാനസിക ട്രസ്റ്റ് കുറയുകയും കൂടുകയും ചെയ്യും. ഓരോ തീരെയില്ലാത്ത അവസ്ഥയും ഉണ്ടാകും, ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതൊക്കെ ഉള്ളത് തീരുമ്പോഴാണ്, മാനസികമായി വല്ല പ്രയാസങ്ങളും നേരിട്ടത് നീങ്ങിപ്പോകുമ്പോഴാണ് സത്യത്തിൽ ഒരു ജീവിതത്തിന്റെ ഒരു സുഖം തന്നെ അനുഭവിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പോലും ഈ പരീക്ഷണങ്ങൾ നിന്ന് രക്ഷപ്പെട്ടവരല്ല. അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും തഖ്വയുള്ള ആളുകൾക്കൊക്കെ ഇത് ബാധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. വ അൻതുമുൽ ആലൂന, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. വിശ്വാസമാണ് അപ്പോൾ നിങ്ങളെ ഉന്നതിയിലെത്തിക്കുന്നത്. നിങ്ങൾക്ക് ദൗർബല്യമില്ലാതെ ജീവിക്കാൻ, നിങ്ങൾ ദുഃഖിതരല്ലാതെ ജീവിക്കാൻ, ഉന്നതമായ ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പെടാൻ ഒരു ഷർത്ത് അള്ളാഹുവോടെ സൂചിപ്പിച്ചു. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് തളർത്തിയില്ല. നിങ്ങളെ തളർത്തി ഒരു ഭാഗത്ത് കിടത്തുന്നതില്ല. നിങ്ങളെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കുറക്കുന്നതല്ല, നിങ്ങളെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതല്ല. ഒരു ഷർത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മൾ മുഅ്മിനീങ്ങളാവണം. ആ ഈമാനിന്റെ ഏറ്റക്കുറവിലാണ് നമ്മളുടെ പരീക്ഷണങ്ങൾക്കും ഏറ്റക്കുറവുണ്ടാവുന്നത് എന്ന് ചുരുക്കം. പ്രാർത്ഥന വലിയൊരു ഔഷധമാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്, അവിടുന്ന് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ. എന്റെ ഉമ്മത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് നൽകേണ്ട ഇസ്ലാമികമായ ഒരു ചികിത്സയുണ്ട്. അത് ദുആയാണ്, അള്ളാഹുവിനോട് മനമുരുകിയുള്ള പ്രാർത്ഥന. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് സ്വഹീഹ് ബുഖാരി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജിസ് വൽ കസൽ വൽ ജുബ്ൻ വൽ ബുഖൽ വളഅഇ ദൈനി വഗലബത്തി റിജാൽ. ഏതാനും ആവശ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. മനുഷ്യനെ ബാധിക്കുന്നതായ വലിയ പ്രശ്നങ്ങളാണത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ബാധിക്കാത്തവർ ഇന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ ഞാൻ തീർച്ചയായും നിന്നോട് അഊദു ബിക, അഭയം തേടുന്നു, കാവല് ചോദിക്കുന്നു, മിനൽ ഹമ്മ്, ആശങ്ക. നമുക്കുണ്ടാകുന്ന വരാനിരിക്കുന്നതിനെ കുറിച്ചാണല്ലോ ആശങ്ക എന്ന് പറയാ. അത് മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ, അതേപോലെ വൽ ഹസൻ, അത് വന്ന് സംഭവിച്ചതാണ്, ദുഃഖമാണ്. ഇതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് നമ്മളെ. എന്നിട്ട് പറഞ്ഞു വൽ അജിസ് വൽ കസൽ, അശക്തത. ആരോഗ്യമുണ്ട്, നമുക്ക് വെയിറ്റുള്ളതൊക്കെ നമുക്ക് പൊക്കാൻ കഴിയും, പക്ഷെ നമ്മൾ തളർന്നു കിടക്കുകയാണ്. രാവിലെ പൊങ്ങുന്നില്ല നമുക്ക്. അള്ളാഹുവിനെ 2 റക്അത്ത് നമസ്കരിക്കാൻ നമ്മളെ ശരീരം നമുക്ക് പൊന്തിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ആരോഗ്യമുള്ള ആളുകളാണ്. നമ്മൾ വാദം പിടിച്ച് പായയിൽ കിടക്കുന്നവരല്ല എന്നർത്ഥം. അതൊരു അശക്തതയാണ്. അതിനാണ് അജിസ് എന്ന് പറയാ. കഴിവുണ്ടായിട്ടും പൊന്താൻ കഴിയാത്ത. അതിനോട് ചേർത്ത് പറഞ്ഞു വൽ കസൽ, മടി. ഇത് രണ്ടും കൂടിയാണ്. ആരോഗ്യമുള്ളവനക്ക് മടി പിടിച്ചു കഴിഞ്ഞാൽ അവന് ഇരിക്കുന്നോടത്തിരിക്കാന്നല്ലാതെ അവനക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരാളെ സഹായം വേണ്ടി വരും. പോയി എടുത്തു കുടിക്കുകയില്ല. ദാഹിച്ച് അവിടെ ഇരുന്നാലും ശരി, ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ ഞാൻ കുടിക്ക എന്ന് വാശി പിടിച്ച് കുട്ടികൾ ഇരിക്കുന്നത് പോലെ അജിസും കസലും ബാധിച്ചൊരു മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം മനുഷ്യന്. ആ ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് വൽ ജുബ്നു വൽ ബുഖൽ,
ഇതൊക്കെ സംഭവിക്കുമ്പോ അടുത്ത് പറയുന്നതിൽ ബുഹുലാണ്. ബുഹുൽ എന്ന് പറഞ്ഞ പിശുക്ക്, വൽ ജുബ്നു വൽ ബുഹ്ല്, ഭീരുത്വം. ജുബ്നു എന്ന് പറഞ്ഞ ഭീരുത്വം. നമ്മൾ പറയല്ലോ പേടിത്തൊണ്ടൻ എന്നൊക്കെ ചിലപ്പോ ആളുകളെ പറയും. അതിനെല്ലോടത്തും എടുത്ത് ചാടുക എന്നുള്ളതല്ല. ജീവിതത്തിൽ ഒരു അന്തസ് വേണം, ഒരു ഈമാനിക ഇസ്സത്ത് വേണം. ആ ഒരു പേടിത്തൊണ്ടനായി മാറരുത്. എപ്പോഴും നമ്മൾ ഈമാനിന്റെ കരുത്താർജിച്ചവരായിരിക്കണം. എല്ലാ സംഘർഷങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് അതൊരു തന്റോടമുള്ള രീതിയുമല്ല. അതും ചേർത്ത് മനസ്സിലാക്കണം. ചേർത്തു പറഞ്ഞു വൽ ബുഹ്ൽ, പിശുക്ക്. ആ ഏത് രീതിയിലുമാകാം പിശുക്ക്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നല്ല ഉപദേശങ്ങൾ കൊണ്ട്, ഒരു സംഭാഷണം കൊണ്ട്, ഒരു സ്നേഹ സന്തോഷം കൊണ്ട്, ഒരു സലാം പറയുന്നിടത്ത് പോലും പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവിധ പിശുക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അഭയം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനോട്. എന്നിട്ട് പറഞ്ഞു കടം കുമിഞ്ഞുകൂടുന്നതിൽ നിന്ന്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കടത്തിന്റെ അപകടങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. എത്ര പറഞ്ഞാലും തീരാത്ത സംഗതിയാണ്. ഈ ഒരു കടം വന്നു കഴിഞ്ഞാൽ മതി നമ്മള് ഒരു മനുഷ്യന്റെ അടിമയായി മാറാൻ. ആൾക്ക് 10 രൂപ കൊടുക്കാണ്ടായാൽ മതി. ആളെ കാണുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞത്. അപ്പം കടം കുമിഞ്ഞു കൂടുന്നതിൽ നിന്ന് അള്ളാഹുവേ എനിക്ക് നീ രക്ഷ നൽകണേ എന്ന്. ഉടനെ വീണ്ടും പറഞ്ഞത് റിജാൽ, ജനങ്ങൾ എന്നെ തോൽപ്പിക്കുന്നതിൽ നിന്ന്. എന്തെല്ലാം വിഷയങ്ങളാണ്! ഓരോന്നും നമ്മൾ എടുത്ത് ചർച്ച ചെയ്ത് വിശദീകരിച്ചാൽ അങ്ങേയറ്റം ധാരാളം കേട്ടും മനസ്സിലാക്കിയ ആളുകൾക്ക് നേരെ അർത്ഥം പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടതിൽ ഞാൻ ഏതൊക്കെ ബാധിച്ചവനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിനോട് ദുആ ചെയ്യൽ തന്നെയാണ് അതിനുള്ള വഴി. ഈമാനുള്ളവന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം തരും. വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല, നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ ഉന്നതന്മാരാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനായി തീരണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് ദുഃഖം എന്ന് പറഞ്ഞാൽ? ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ മനസ്സിന് ബാധിക്കുന്ന വേദനയാണ് ദുഃഖം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്ലെങ്കിൽ വെറുക്കുന്ന ഒരു സംഗതിയിൽ പോയി വീണാ മതി. അതിന്റെ പ്രയാസങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യത്തിൽ ദുഃഖം നമ്മളെ പിടികൂടും. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് മലക്ക് വന്ന് നമ്മളെ സമീപിച്ചുകൊണ്ട് മരിക്കുന്ന സന്ദർഭത്തിൽ പറയാറുണ്ടല്ലോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്താണ് അവിടെ പറഞ്ഞത്? ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറഞ്ഞ ആളുകൾ സുമ്മസ്തഖാമു, ആ പറഞ്ഞതിനനുസരിച്ച് നിലകൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ഇറങ്ങി വന്ന ആത്മാവിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ പറയും, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അപ്പം ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടേച്ച് പോകുന്ന സംഗതികളെ കുറിച്ച്, ഭയം എന്ന് പറഞ്ഞാൽ, പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിപ്പെടാവുന്ന സന്ദർഭത്തിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഖബറിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മരിക്കുന്നത് ആർക്കാണെന്ന് അറിയാമോ? അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞ ആളുകൾ ആ പറഞ്ഞതിനനുസരിച്ച് നിലകൊണ്ട കാരണമാണ്. അവിടെയാണ് ഈമാൻ. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അതുകൊണ്ട് അമ്പിയാക്കൾ വരെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകളാണ്. അത് ഏറിക്കുറഞ്ഞ് അവർക്ക് ഈമാൻ കുറഞ്ഞിട്ടാണോ? അല്ല, അത് അള്ളാഹുവിന്റെ ഒരു ചര്യയാണ്. അവരെ കൂടുതൽ അത് വിശ്വാസം ഉണ്ടെങ്കിലും നമുക്ക് വരും. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും നമുക്കത് ഈമാൻ വർദ്ധിക്കാൻ കാരണമായിരിക്കണം. മനുഷ്യന്റെ ജീവിതങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാൽ ഉണ്ടാകുന്ന കുറെ ദുഃഖങ്ങളുണ്ട്, വരുത്തിക്കൂട്ടുന്നത് വിധിയാൽ വരുന്നതുണ്ട്. ഇതൊക്കെ തിരിച്ചറിയുന്നത് ഈമാൻ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജനിച്ച വീടുകളുണ്ട്, ഇന്ന് മരണപ്പെട്ട വീടുകളുണ്ട്, ഇന്ന് ചിരിക്കുന്ന വീടുകളുണ്ട്, ഇന്ന് കരയുന്ന വീടുകളുണ്ട്, ഇന്ന് കടം വാങ്ങിയവനുണ്ട്, ഇന്ന് കടം കൊടുത്തവനുണ്ട്, ഇന്ന് രോഗിയായവനുണ്ട്, ഇന്ന് രോഗത്തിൽ നിന്ന് മാറി വന്നവനുണ്ട്. മനുഷ്യർക്കിടയിൽ ദിവസം വന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ദിവസങ്ങൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു ഇങ്ങനെ വീതിച്ചു കൊണ്ടിരിക്കുകയാണ്, മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അള്ളാഹു പറയുന്നു.
അവിടെയാണ് നമ്മൾ ഇന്ന് നമ്മൾ പ്രതാപമുള്ളവനാണ്, നാളെ ചിലപ്പോൾ നിന്ദനായി മാറി തീരേക്കാം. ഇന്ന് നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നാളെ നമ്മൾ ദരിദ്രനായി തീർന്നേക്കാം. അതേപോലെ ഇന്ന് സന്തോഷത്തിലാണെങ്കിൽ നാളെ സന്താപത്തിലായേക്കാം. ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നാളെ നമ്മൾ രോഗിയായി തീർന്നേക്കാം. ഇന്ന് ആഹ്ലാദിച്ച് നടക്കുന്ന, ഉല്ലസിച്ച് അട്ടഹസിച്ച് ചിരിച്ചു പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ദുഃഖത്തിലായിരിക്കും. ഇന്ന് നമുക്ക് ജീവനുണ്ട്, നാളെ നമ്മൾ മയ്യത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കരുതലോട് കൂടിയുള്ള ഒരു ജീവിതം അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അവനിലേക്ക് വരുന്ന പരീക്ഷണങ്ങളൊക്കെ റബ്ബിന്റെ പരീക്ഷണങ്ങൾ തന്നെയാണ്. അത് നമ്മളെ അള്ളാഹു പരീക്ഷിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മകൾ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. വൈലൈന തുർജഊൻ, നിങ്ങൾ തിരിച്ചു വരുന്നത് എന്നിലേക്കാണെന്ന, നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കം. അവിടെയാണ് ആയത്തിന്റെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്നും സുഖത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പരീക്ഷണങ്ങളില്ലാതെ ജീവിക്കാൻ സാധ്യവുമല്ല. ഈ പരീക്ഷണങ്ങൾ അവസാനിക്കും നമ്മുടെ മരണത്തോടുകൂടി, സുഖങ്ങൾ അവസാനിക്കും നമ്മുടെ മരണത്തോടുകൂടി. മടങ്ങിപ്പോകുന്നത് നാഥന്റെ മുന്നിലേക്കാണെന്നുള്ള തിരിച്ചറിവിനാണ് പരീക്ഷണങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് മടങ്ങാൻ. അവിടെയാണ് നമ്മളുടെ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ സമ്മാനിച്ചിട്ടുള്ളത്. അത് വന്നുകൊണ്ട് കാർമേഘങ്ങൾ മൂടും, മഴ പെയ്യും, ഇടിവെട്ടും, മിന്നെറിയും. അതേപോലെ തന്നെ പല പല കാലാവസ്ഥകൾക്കുള്ള വ്യതിയാനങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. രാപ്പകലുകളുടെ ചൂടുകളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിലുമുണ്ട്. രാവിലത്തെ ഉദയത്തിന്റെ ചൂടല്ല അസ്തമിക്കുന്ന സമയത്ത് സൂര്യന്റെ ചൂട്, രാത്രിയുടെ ചന്ദ്രന്റെ തണുപ്പല്ല പകലിന്റെ സൂര്യന്റെ ചൂട്. ഇതൊക്കെ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു മഹത്തായ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. ഏത് സന്ദർഭമാണ് നമ്മളെ ഹൃദയത്തിനുള്ളിൽ ദുഃഖം പിടികൂടി നമ്മൾ തളർന്നിരിക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത്, ആ സ്ഥാനത്ത്, ആ ഹൃദയത്തിൽ സന്തോഷം മടങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം നീങ്ങി ആ സ്ഥലത്ത് സന്തോഷം കടന്നു വരിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുസ്നദ് അഹ്മദിലൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ അസാബ അഹദൻ ഖത്ത് ഹമ്മുൻ വലാ ഹസനും, ഒരാൾക്ക് ബാധിക്കുകയില്ല, ഒരു ദുഃഖമാകട്ടെ ഒരു പ്രയാസമാകട്ടെ അവനക്ക് ബാധിക്കുകയില്ല. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വ ഇബ്നു അബ്ദിക വ ഇബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫീ ഹുകുമിക അദ്ലുൻ ഫീ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു في كتابك أو استأثرت به في علم الغيب عندك. എന്നിട്ട് പറഞ്ഞു, أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي إلا أذهب الله همه وحزنه وأبدله മക്കാന ഫർഹ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. എന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ദിക ഇബ്നു അമതിക, നിന്റെ അടിമയുടെയും അടിയാട്ടിയുടെയും മകനാണ് ഞാൻ. നാസിയതി ബിയദിക, എന്റെ മൂർധാവ് നിന്റെ കൈവശമാണ്, നിന്റെ കയ്യിലാണ്. അദ്ലു ഫീ ഖളാഉക, എന്നിൽ നിന്റെ വിധി നീതിപൂർവമാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക, നിനക്ക് ഉള്ള മുഴുവൻ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, അത് നീ സ്വയം നാമകരണം ചെയ്തതാവട്ടെ, ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ചതാവട്ടെ, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികൾ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചതാകട്ടെ. എന്നിട്ട് പറഞ്ഞു, ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ പക്കലുള്ള അദൃശ്യജ്ഞാനത്തിൽ നീ ആർക്കും അറിയിച്ചു കൊടുക്കാതെ വെച്ച ഇൽമുകളാകട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത്, അൻതജഅലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി.
ഇത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി കഴിഞ്ഞിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു. പരിശുദ്ധ ഖുർആൻ ഓതിയതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരവസ്ഥയാണോ മനസ്സിലുണ്ടായിരുന്നത് ആ ദുഃഖം നീങ്ങി അവിടെ സന്തോഷം പുറപ്പെടും എന്നുള്ളതാണ്. ആ സ്ഥലത്ത് നമുക്ക് സന്തോഷം നൽകുന്ന, ദുഃഖങ്ങൾ നീങ്ങാൻ ഇത്രയധികം മരുന്നുകൾ തന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ട് അങ്ങനെ സ്ലീപ്പില്ലാതെ, ഉറക്കമില്ലാതെ സ്ലീപ്പിംഗ് ടാബ്ലറ്റിലേക്ക് പോകുന്ന ആളുകൾ, അങ്ങനെ ഒരു ഡിപ്രഷന്റെ മരുന്നിലേക്ക് മാറുന്ന ആളുകൾക്ക് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് പോലും ഒരു ഈമാനികമായി ഒരു ചികിത്സ നമ്മുടെ മനസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്, ഒന്ന് പഠിച്ച് ആ ദുഃഖങ്ങൾ വരുമ്പോൾ ഒന്ന് നീങ്ങിപ്പോകുന്ന രീതിയിൽ റബ്ബിനോടൊന്ന് ചോദിച്ചാൽ ആ ഒരു ഗുണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളു തട്ടി ഒന്ന് ദുആ ചെയ്ത് നോക്കണം, തീർച്ചയായും കിട്ടും. അതേപോലെ തന്നെയാണ് ഈ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മുൻഗാമികളായ സലഫു സ്വാലിഹ്യങ്ങൾക്കൊക്കെ ഈമാൻ വർദ്ധിക്കുകയുണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ അവരുടെ ശരീരത്തിൽ കുത്തുന്ന മുള്ളുകൾ പോലും അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാണ് അവർ പഠിച്ചതും മനസ്സിലാക്കിയതും മുത്തുനബി പഠിപ്പിച്ചതും. അതുകൊണ്ട് അവർക്ക് ദുഃഖം വരാനില്ല. കാരണം അവരൊക്കെ ചരിത്രങ്ങൾ പഠിപ്പിക്കും, പഠിച്ചവരാണ് അവര്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞാൽ തീരാതത്ര ചരിത്രങ്ങളുണ്ട്. ഖബ്ബാബിന്റെ, ഖുബൈബിന്റെ, ബിലാലിന്റെ, യാസറിന്റെ, സുമയ്യയുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചാലും കേട്ടാലും അവരൊക്കെ എന്തിനാണ് പീഡിപ്പിക്കപ്പെട്ടത് നമുക്കറിഞ്ഞൂടെ. അവരൊക്കെ വന്ന് കഅബയിൽ തണലിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനോട് സഹായത്തിന് വേണ്ടി ഒന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തത് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ അനുഭവിച്ച പീഡനങ്ങളായിരുന്നു. എന്നിട്ടൊന്നും അവരെ ഈ ദീൻ വിട്ടു പോകാൻ അവർക്ക് തോന്നിയിട്ടില്ല എന്ന്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ പള്ളിയിലേക്കില്ല, പിന്നെ നമസ്കാരമില്ല, പിന്നെ ജമാഅത്തുകളില്ല, പ്രാർത്ഥനകളില്ല, ഖുർആൻ ഓത്തുകളില്ല, ദാനധർമ്മങ്ങളില്ല, പടച്ചവനോട് സമരം ചെയ്ത് വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകളാണ് നമ്മള്. അതല്ല നമ്മളുടെ രീതികള്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുന്നത് അള്ളാഹു നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള, അതാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ കൂടും എന്ന് പറയുന്നത്. അല്ലേ? മുൻഗാമികളൊക്കെ നല്ല ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ആലോചിക്കുന്നത്, മുസാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. മക്കയിൽ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി കഫം പുടവക്ക് തുണി തികയാതെ ഉഹദിൽ കൊല്ലപ്പെട്ട ഷഹീദായ രംഗം ഓർത്തുകൊണ്ട് നോമ്പുകാരനായ സഹാബികൾ മാറ്റിവെച്ചിട്ട് തിന്നാൻ കഴിയാതെ നോമ്പ് മുറിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തില്. കാരണം അവരൊക്കെ ദീനിക്ക് വേണ്ടി, ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ എടുത്തതിന് പടച്ചവൻ ഇവിടെ പ്രതിഫലമായി ഈ ഭക്ഷണം തന്നു തീർക്കണോ എന്ന് പേടിച്ചവരും. നമ്മൾ നല്ല ആഡംബര ജീവിതം ജീവിക്കുമ്പോൾ പോലും റബ്ബ് സുബ്ഹാനഹു തആല എന്റെ പരലോകത്തിൽ അളവുകൾ കുറക്കുമോ എന്ന് നമ്മളെ പേടിച്ചിട്ടില്ല, നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ് ഈമാൻ കൂടണം എന്ന് പറഞ്ഞത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മൾ വാദിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. വഅലം, നീ മനസ്സിലാക്കണം, അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്താക വലാ യകുൻ ലിയുസീബക. നീ മനസ്സിലാക്കുക, നിന്നിൽ നിന്ന് തെറ്റിപ്പോയ ഒന്നും തന്നെ നിന്നെ ബാധിക്കുകയില്ല. എന്താണോ നമ്മളെ ബാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ബാധിക്കാത്തതാണ്. അതുപോലെ നിന്നെ ബാധിച്ചത് നിന്നിൽ നിന്ന് തെറ്റിപ്പോവുകയുമില്ല. അവിടെയാണ് നമ്മളെ ഈമാൻ കൂടുന്നത്. എനിക്കെന്ത് സംഭവിച്ചാലും അത് എനിക്ക് സംഭവിക്കാനുള്ളതാണ്. എനിക്കെന്ത് കിട്ടാത്തതുണ്ടെങ്കിലും അതിന്റെ പേരിൽ നിരാശപ്പെട്ട് ദുഃഖിതനായിരിക്കേണ്ടവനല്ല. പലതും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്, അതെനിക്ക് കിട്ടാനുള്ളതല്ല എന്ന്. നീ അന്ധനാവരുത് അത് മോഹിച്ചുകൊണ്ട്. പിന്നെ നീ മനസ്സിലാക്കണം, സഹായം എന്നത് സ്വബറിനോട് കൂടെയാണ് എന്ന്. നമ്മൾ ക്ഷമിക്കണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു കാത്തിരിപ്പുണ്ട്. അല്ലാഹു ഒരു തുറവി നൽകുമെന്നുള്ളത്. അതേപോലെ തന്നെ ആശ്വാസം ദുഃഖത്തോടൊപ്പമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു പറയാണ്, പ്രയാസത്തോട് കൂടിയാണ് എളുപ്പം എന്നുള്ളത്. നമുക്ക് കാത്തിരിക്കാനുള്ളത്, ഒരു പ്രയാസപ്പെട്ട ഒരു മനുഷ്യന് പ്രയാസമല്ല കാത്തിരിക്കാനുള്ളത്, എളുപ്പം തന്നെയാണ്. ആ എളുപ്പത്തിൽ കഴിയുന്നവനക്ക് കാത്തിരിക്കാനുള്ളത് പ്രയാസവുമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് എപ്പോഴും വിനയമുള്ളവരായി പ്രാർത്ഥനയിൽ മുഴുകാം. റബ്ബിന് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്തു റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളെ ജീവിതത്തിൽ കടന്നു വരുന്ന
എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കാനുള്ള അത്താണിയായി റബ്ബിനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാനിക വർധനവുണ്ടാവുക. അള്ളാഹു അങ്ങനെയുള്ള ഒരു വിശ്വാസികളിൽ നമ്മളെ ചേർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നസ്സല അൽ-ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദി വആലിഹി വസഹബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ രാപ്പകലുകൾ ദുഃഖത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും കഴിയുമ്പോൾ ആശ്വാസമുള്ള വാക്കുകൾ പറഞ്ഞു കേൾക്കുന്നത് നമുക്കൊരു വലിയ സന്തോഷമാണ്. പേടിക്കേണ്ട, വിഷമിക്കേണ്ടതില്ല, അള്ളാഹ് അതിനൊരു ഫോം വഴി കാണും എന്നൊക്കെ നമ്മളോട് പലരും പറയുമ്പോൾ നമുക്കതൊരു സമാധാനമുള്ള വാക്കാണ്. അതേപോലെ തന്നെ അത് അള്ളാഹുവിനെ കുറിച്ചാണ് അവിടെ ഓർമ്മിപ്പിച്ചതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചൊരു ഓർമ്മ വേണം. അവിടെയാണ് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാഹ് അറിയാത്തൊരു പരീക്ഷണങ്ങളും നമ്മെ തേടി വന്നിട്ടില്ല, നമ്മൾ അനുഭവിക്കുന്നില്ല. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അല്ലദീന ആമനു, എങ്ങനെയുള്ള വിശ്വാസികളാണ്? അവരവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വാങ്ങിവെച്ചത്, കിട്ടിയത് അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ടാണ്. അല്ല, എന്നിട്ട് നിങ്ങൾ അറിയണേ എന്ന് പറഞ്ഞു. അലാ ബിദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട്, ദിക്റ് കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സമാധാനമാണ്. ഒരു സമാധാനമില്ല. എന്തുണ്ടായിട്ടെന്താ? നിങ്ങൾ കാണുമ്പോൾ വലിയ സൗകര്യങ്ങളൊക്കെ കാണും, പക്ഷെ മനസ്സിൽ സമാധാനമില്ല എന്ന് പറയാത്തവർ വളരെ ചുരുക്കമാണ്. ഓരോ ആളുകളും ഓരോ ആളുകളെ വിലയിരുത്തുന്നത് അവരിപ്പോ വലിയ സുഖത്തിലാണെന്ന്. അവരോട് ചോദിച്ചാൽ അറിയാം, അവരാരോടും പറഞ്ഞു നടക്കുന്നില്ല. മക്കളുടെ കാര്യത്തിൽ, കെട്ടിച്ചയച്ച മക്കളുടെ കാര്യത്തിൽ, കെട്ടിക്കൊണ്ടുവന്ന മക്കളുടെ കാര്യത്തിൽ, പഠനത്തിന്റെ കാര്യത്തിൽ, രോഗത്തിന്റെ കാര്യത്തിലൊക്കെ സങ്കടപ്പെട്ട് ഭൂമിക്ക് മുകളിൽ വീടുകളിൽ ഒരുപാട് വിശ്വാസികൾ കഴിയുന്നുണ്ട്. അവരെന്തുകൊണ്ട് അള്ളാഹുവിലേക്കൊന്ന് തിരിച്ചു നടക്കുന്നില്ല? ഈ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഒന്ന് കാണാതെ പഠിച്ച് പറയാൻ അറിയില്ലെങ്കിൽ അന്ന് എഴുതെടുത്തിട്ടെങ്കിലും നമ്മൾ ഖുർആനിന് ശേഷം നോക്കി പറഞ്ഞെങ്കിലും നമ്മൾ അള്ളാഹുവിനോടൊന്ന് ചോദിച്ചിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആ സമാധാനം കണ്ടെത്തണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലതും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു പറച്ചിൽ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള ആളുകളെ പഴിച്ചു പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയും, ഞാൻ എന്നോട് പറഞ്ഞില്ലേ അതിനെ നിൽക്കണ്ടായിരുന്നു, അങ്ങോട്ട് പറഞ്ഞേക്കുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകാണ്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ആ ഒരു പറച്ചിൽ പറയുന്നത് പിശാചിക്കുള്ള ഒരു കവാടങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രയോഗമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അതൊരു മോശം സ്വഭാവവുമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം. സ്വഹീഹ് മുസ്ലിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നത്, വൈൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദ വകദ. നിനക്കെന്തെങ്കിലും കാര്യങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ നീ പറയരുത് ലൗ അന്നി ഫഅൽതു കാന കദ വകദ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് സംഭവിക്കുകയില്ല എന്ന് നീ പറയരുത്. വലാകിൻ ഖുൽ, പക്ഷെ നീ പറയണം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു കണക്കാക്കിയത്, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു. ഈ ഒരു പ്രതീക്ഷ, ഈ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിചാരം, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, കഴിഞ്ഞു. അവിടെ സംഭവിച്ചതൊക്കെ അള്ളാഹു കണക്കാക്കിയതാണെന്നുള്ള തീരുമാനം നമ്മളെ മനസ്സിലേക്ക്, നമ്മളെ നാവിലൂടെ അത് പറയാണ്. മനസ്സുകൊണ്ട് അംഗീകരിച്ച് നാവ് കൊണ്ടാണ്ട് പറയുമ്പോൾ കഴിഞ്ഞു. എന്നിട്ട് പറയാണ് ഫൈന ലൗ, നീ പറഞ്ഞില്ല ആദിക്ക് ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ എന്ന വാക്ക്, ലൗ എന്ന വാക്കുണ്ടല്ലോ, ഫഇന്ന ലൗ തഫ്തഉ അമല ശൈത്താൻ,
അത് പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് വാതിലുകൾ തുറന്നു കൊടുക്കലാണെന്ന. നിന്നെ തളർത്താൻ പിശാചിന് വഴി ഒരുക്കി കൊടുക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് വീടുകളിൽ സംഭവിച്ചതിനെ കുറിച്ച് പ്രയാസങ്ങളും വഴക്കുകളും വക്കാണങ്ങളും നിരന്തരമാണ്. അങ്ങനെ പറഞ്ഞ് വീണ്ടും വേദനിപ്പിക്കാനുള്ളതല്ല. സംഭവിച്ച വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അത് തേടുക, റബ്ബിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുക. എല്ലാ ഇടുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏതൊരു മനുഷ്യനുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അവനക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇടുക്കങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്നൊരു തുറവി കിട്ടും എന്നുള്ളതാണ്. അതിൽ നിന്ന് അവനക്ക് പുറത്തു പോകാം എന്നുള്ളതാണ്. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മാനസിക ദുഃഖങ്ങളിൽ നിന്ന് അവനക്ക് പുറത്തു പോകാൻ കഴിയും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നീ കണക്കാക്കാത്ത രീതിയിൽ, അവർ കണക്കാക്കാത്ത രീതിയിൽ അവർക്ക് ജീവനം നൽകപ്പെടുകയും ചെയ്യുന്ന ഇസ്തിഗ്ഫാറിന്റെ ഗൗരവമാണത്. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളാണ് അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നമുക്കതൊക്കെ മാഞ്ഞു പോകുന്നത്, ഉയർത്തപ്പെടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഉപദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ്, എന്തെങ്കിലും പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ, ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു നിന്ന് ധരിക്കുന്ന കാണാം, ഈദാ ഹസബഹു അംറുൻ സല്ല, പ്രയാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ കൽപ്പിക്കലാണ്. നിസ്കരിക്കുക. ബിലാലിനെ വിളിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച്, ഹരീംനാ യാ ബിലാൽ, നമ്മളൊന്ന് ആശ്വാസം കൊള്ളുക എന്ന്, നിസ്കാരത്തിലൂടെ ആശ്വാസം എടുക്കുക. ഫർളായ നിസ്കാരം തന്നെ നമ്മൾ നിസ്കരിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ നമുക്ക് എവിടുന്നാണ് നമ്മളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുക? ഇത് ഫർളായ നമസ്കാരത്തെ കുറിച്ചല്ല റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും വരുമ്പോൾ നമ്മൾ ഒന്ന് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ എത്ര കണ്ട് നിസ്കാരം നമുക്ക് സന്തോഷം നൽകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെയാണ് സൂറത്ത് ബഖറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, വസ്തഈനു, നിങ്ങൾ സഹായം തേടുന്ന, അല്ലാഹുവിനോട് സഹായം തേടിക്കൊള്ളുന്ന, ബിസ്സബ്ർ, സബർ കൊണ്ടും, വസ്സലാ, നമസ്കാരവും സബറും കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടാൻ. നിസ്കരിക്കുന്നവനക്കല്ലേ കിട്ടുള്ളൂ. സബർ നിസ്കരിക്കുന്നവനക്കല്ലേ. സബറിനോട് ചേർത്ത് നിസ്കാരം പറഞ്ഞു, നമസ്കാരത്തോട് ചേർത്ത് സബർ പറഞ്ഞു. അപ്പൊ നിസ്കരിക്കുന്നവനക്ക് സബർ വേണം, സബറുള്ളവൻ നിസ്കരിക്കണം. അവൻ സഹായം തേടിയാൽ എല്ലാവർക്കും അത് സാധിക്കൂല എന്നല്ല അവിടെ പറഞ്ഞത്. ഭയഭക്തിയുള്ളവർക്കല്ലാതെ അവർക്ക് അല്ലാത്ത ആളുകൾക്ക് ഒരു വമ്പിച്ച ഭാരമേറിയ വർക്കാണ് ഈ നിസ്കാരവും, നിസ്കാരത്തിന് വേണ്ടി വരിക, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക എന്നുള്ളതൊക്കെ. നമ്മൾ ഏതിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഫറദിന്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വാസികളെ, പിന്നെ സുന്നത്തിന്റെ കാര്യം നമ്മൾ പ്രയാസം വരുമ്പോൾ എങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അല്ലെ, സുബൈ നിസ്കരിക്കാതെ സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഫറളല്ല ആദ്യം നിസ്കരിക്കേണ്ടത്, ഫറളായ നോമ്പല്ലേ നോൽക്കേണ്ടത്. ഇവിടൊക്കെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് നമസ്കാരം കൊണ്ട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ, നമസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുക, നമ്മുടെ വിഷമങ്ങൾ പറയുക, പരിശുദ്ധ ഖുർആൻ ഓതുക, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുക. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു പരീക്ഷണം നിങ്ങൾക്ക് ഇറങ്ങുകയില്ല പാപങ്ങൾ കൊണ്ടല്ലാതെ. നമുക്ക് ഇറങ്ങിയതും വന്നതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ പാപങ്ങൾ കൊണ്ടാണെന്നുള്ളതാണ്. അവിടെയാണ് നമുക്കൊരു തിരിച്ചറിവുണ്ട്. ആ ഒരു പരീക്ഷണം ഉയർന്നു പോകുകയില്ല തൗബ കൊണ്ടല്ലാതെ എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ നടത്തുക, അതാണ് മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ഫീൻ കുല്ലി ദീഖിൻ മഖ്റജ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇസ്തിഗ്ഫാർ പതിവാക്കുക, അസ്തഗ്ഫിറുല്ലാഹ് തൂബുലി, അസ്തഗ്ഫിറുല്ലാഹ് തൂബുലി. ഇങ്ങനെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് 100-70 പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടും എന്നുള്ള. പാപം ചെയ്യാത്ത റസൂല് അല്ലെ, വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കൊടുത്ത റസൂൽ
അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ പാപങ്ങളിൽ മുഴുകിക്കിടക്കുന്ന നമുക്ക് ഈ മാനസിക പ്രയാസങ്ങളും ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളൊന്നും നീങ്ങാൻ റബ്ബിനോടൊന്ന് ഇസ്തിഗ്ഫാർ നടത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതും റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകുന്ന മരുന്നിന് അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. പ്രയാസപ്പെട്ട രോഗങ്ങളിൽ കഴിയുന്ന സ്നേഹിതന്മാർ, സഹോദരന്മാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളെ പോറ്റി വളർത്തി വിട്ടുപിരിഞ്ഞ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المجاهدين المؤمنين في كل مكان. اللهم كن لهم وليا ونسيرا ومعينا وظهيرا. اللهم إنا نسألك الإخلاص في القول والعمل. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.